സീരിയൽ ആക്ടേഴ്സിന് എക്സ്പ്രഷൻസ് കൂടുതലാണ്, ആവശ്യമില്ലാത്ത ഐ കോണ്ടാക്ട്സ് എക്സ്പ്രഷൻ കിട്ടും. സംഭവം ശരിയാണ്, ഇപ്പോഴത്തെ സിനിമയിലൊക്കെ കുറച്ചുകൂടെ നാച്ചുറൽ ആവാൻ വേണ്ടിയിട്ട് നാച്ചുറാലിറ്റി അഭിനയിച്ചുകൊണ്ടിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോഴും നമ്മൾ ഇഷ്ടപ്പെടുന്ന സിനിമകളൊക്കെ 90s 80s സിനിമാസാണ്. അതൊക്കെ ഒരു ഡ്രാമാറ്റിക്കും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള നാച്ചുറലാണ്. ആ ഒരു ടൈപ്പ് ഓഫ് മൂവീസാണ് നമ്മൾ ഇപ്പോഴും ഇഷ്ടപ്പെടുന്നത്. പുതിയ മൂവി ഇഷ്ടപ്പെടുന്നില്ല എന്നല്ല പറയുന്നത്, പുതിയ മൂവി കണ്ട് എനിക്ക് തോന്നുന്നു ഇപ്പോൾ നാച്ചുറൽ ആവാൻ വേണ്ടിയിട്ട് അങ്ങ് അഭിനയിക്കുകയാണ്. അത് പറഞ്ഞ പോലെ തന്നെ ഒരു ആക്ടർ എന്ന് പറയുന്നത് കഴിയുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റുന്ന ഒരാളായിരിക്കണം ആക്ടർ. ഡയറക്ടർ എന്ന് പറഞ്ഞാൽ ഒരു ആക്ടറെ കൊണ്ട് എങ്ങനെ ചെയ്യിപ്പിക്കാം, എന്ത് ചെയ്യിക്കണം എന്ന് അവരാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ ആക്ടറെ വെച്ചിട്ട് ഓഡിഷൻ ചെയ്ത് നോക്കാം, വർക്ക്ഷോപ്പ് ചെയ്ത് നോക്കാം, അവർക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കാമല്ലോ. അതിന് മുന്നേ ഒരു വിധി എഴുതുന്നത് ശരിയാണോ? ഒരിക്കലും അല്ല. ശരിയാണോ? അപ്പൊ നിങ്ങളും പറഞ്ഞതാണ് സീരിയൽ ആക്ടേഴ്സ് ചെയ്യുന്നത് എക്സ്പ്രഷൻ കൂടുതലാണ്. ആക്ടേഴ്സ് ചെയ്യുന്ന എക്സ്പ്രഷൻ വളരെ ഓവറാണ്. അത് സീരിയലിന് വേണ്ടത് അതാണെന്ന്, സീരിയലിന് വേണ്ടത് അതാണ്, അതുകൊണ്ട് അത് ചെയ്യുന്നു. സിനിമയ്ക്ക് വേണ്ടതാണെങ്കിൽ നമ്മൾ അത് ചെയ്യും. ആക്ടറിനെ സംബന്ധിച്ചിടത്തോളം എന്ത് കൊടുക്കാൻ പറ്റുന്ന അവരാണ് തീരുമാനിക്കുന്നത്. സീരിയലിന് മസ്റ്റ് ആയിട്ടും ഓവർ ആക്ടിംഗ് ആണ് വേണ്ടത്. ഓക്കെ, ഞാൻ സമ്മതിച്ചത്. സിനിമയിൽ അത് വെച്ചാൽ നടക്കില്ല. അതുകൊണ്ട് ഈ ഒരു ആക്ടറിന് ഇത് മാത്രം ചെയ്യാൻ പറ്റൂ. ഒരു കാര്യം കൂടെ ഉണ്ടാകും, നമ്മൾ ഈ ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട്, സീരിയലിൽ നിൽക്കുന്ന ആൾക്ക് സിനിമയിലേക്ക് പോകാൻ വലിയ പാടാണെന്ന്. ഇതുകൊണ്ട് ചാൻസ് ഇത് തന്നെയാണ് ആൾക്കാർ. ഒരു ഡയറക്ടർ എക്സ്പ്രഷൻ എന്ന് വെച്ചാൽ സീരിയൽ എത്രയോ ആക്ടേഴ്സ് വന്നിരിക്കുന്ന സിനിമ. വേറെ കാര്യമുണ്ട്, ഐഡന്റിഫൈ ചെയ്യുന്ന സിനിമയെക്കാളും കൂടുതൽ സീരിയലാണ്. നിങ്ങൾ പുറത്തിറങ്ങും ഒരു സിനിമ ചെയ്ത് നമ്മൾ ചെറിയൊരു ക്യാരക്ടർ സിനിമ ചെയ്തെന്ന് പറഞ്ഞിട്ട് പുറത്തിറങ്ങുമ്പോൾ ഐഡന്റിഫൈ ചെയ്യണമെന്നില്ല. അടുത്ത സിനിമ കിട്ടണമെന്നില്ല. അതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മൾ കണ്ടിന്യൂ ഒരു 100 എപ്പിസോഡ് 200 എപ്പിസോഡ് നിങ്ങൾക്ക് കണ്ടിന്യൂസ് കിട്ടുവാണ്. ഡെയിലി പ്രഷറുടെ മുന്നോട്ട് ചെല്ലുന്നുണ്ട്, ഡെയിലിയിലേക്ക് എത്തുന്നുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ടറിനെ സംബന്ധിച്ചോളം ഏത് ക്യാരക്ടർ ആണെങ്കിലും ചെയ്യണം അല്ലേ. നെഗറ്റീവ് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അവൻ വന്നിട്ട് ഒരു പോസിറ്റീവ് ക്യാരക്ടർ സിനിമ ചെയ്താൽ പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല. എത്ര ചെയ്യുന്നു മമ്മൂക്ക്. അതെ, ഇപ്പൊ ഒരു എന്താ പറയുക ട്രാൻസ്ജെൻഡറിന്റെ ആ ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടർ ചെയ്തില്ല, നെഗറ്റീവ് ക്യാരക്ടേഴ്സ് ചെയ്തു തുടങ്ങിയില്ലേ. എല്ലാ ആക്ടേഴ്സും ഇപ്പൊ നെഗറ്റീവ് ചെയ്യുന്നല്ലേ. ഫഹദ് ഫാസിൽ എത്രയോ സിനിമയിൽ നെഗറ്റീവ് ഇല്ലേ. അപ്പൊ അതും ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അത് മാത്രമേ അവർക്ക് ചെയ്യാൻ പറ്റൂ, അല്ലെ സീരിയൽ ചെയ്യുന്നതുകൊണ്ട് സീരിയൽ മാത്രമേ ചെയ്യാൻ പറ്റൂ. അറിയാമോ, ഞാൻ ഒരു റിയാലിറ്റി ഷോയിലെ ഗെയിം ഷോ, ഓക്കെ, ഞാൻ ചാനലും പറയുന്നില്ല പേരും പറയുന്നില്ല, അത് മോശമാണ്. എൻ്റെ സുഹൃത്താണ്, ഏറ്റവും സുഹൃത്താണ്. പുള്ളി നല്ല സൈസാണ്, ജിമ്മാണ്. പുള്ളി ആ ഷോയിൽ പോയിട്ട് കുറച്ച് കോമാളിത്തരം കാണിച്ചു എന്ന് വിചാരിച്ചിട്ട് പുള്ളിക്ക് നെഗറ്റീവ് റോൾസ് ഒന്നും സീരിയലിൽ കൊടുക്കാതായി. പക്ഷെ ആ ഷോയിൽ നിന്ന് പുള്ളി ക്വിറ്റ് ചെയ്തിട്ട് പോയപ്പോൾ പുള്ളിക്ക് ഇപ്പൊ ക്യാരക്ടർ കിട്ടി തുടങ്ങി. അത് ഞാൻ പറയാതാണ്. പക്ഷെ അതാണ് പറഞ്ഞത്, നമ്മൾ അങ്ങനെ ഒരു അതിലേക്ക് പോകുമ്പോൾ ഒരു ഗെയിം ഷോ ഉള്ളൊരു പരിപാടിയാണ്. അതിലേക്ക് പോകുമ്പോൾ ചാൻസ് നഷ്ടപ്പെടുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. ഒന്നല്ല, 3 പേരുണ്ട്. അതെ, അതായത് ഈ ഒരു സിനിമയിലൊക്കെ ഇപ്പൊ നമ്മളെ ആദ്യം വിളിക്കുന്ന ആരായിരിക്കും അറിയാം, ഈ കാസ്റ്റിംഗ് ഡയറക്ടേഴ്സ് ഉണ്ടാവും, കാസ്റ്റിംഗ് കോൾസ് ചെയ്യുന്ന ആൾക്കാർ, കാസ്റ്റിംഗ് കോൾ. ഇവരൊക്കെ നമ്മളെ ഒരു മാർക്കറ്റ് ഒരു വില ഇട്ടങ്ങ് വെച്ചിരിക്കുകയാണ്, ഇവൻ ഇതാണ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത്. പക്ഷേ ഇവരാണോ ശരിക്കും വിലയിടേണ്ടത്? എനിക്കറിയില്ല. ഒരിക്കലും അല്ല, ഇവരൊരു വില ഇട്ടിരിക്കുകയാണ്. അതാണ് ഇപ്പോൾ ഒരു ക്യാരക്ടേഴ്സ്, ഇപ്പോൾ ഒരു ഡിസ്കഷൻ ടൈമിൽ ഇങ്ങനെ ഒരു നെഗറ്റീവ് ക്യാരക്ടർ വരുമ്പോൾ അവരുടെ മൈൻഡിൽ ആദ്യം വരുന്ന സാധനം ഇതാണ്. അല്ലാതെ പ്രേക്ഷകരോ ഈ പറഞ്ഞ ഡയറക്ടേഴ്സും ഒന്നും അല്ല ഇത് തീരുമാനിക്കുന്നത്. ഇവരൊക്കെയാണ് ശരിക്കും പറഞ്ഞത് തീരുമാനിക്കുന്നത്. അങ്ങനെ അല്ല വരേണ്ടത്. അത് ശരിക്കും നമ്മൾ നല്ല ക്യാരക്ടേഴ്സ് ചെയ്തെങ്കിൽ മാത്രമേ ഇവർക്കൊക്കെ അത് തിരിച്ചറിയാൻ പറ്റൂ. അത് സംഭവം സത്യം തന്നെയാണ്. പക്ഷേ ആസ് എ ന്യൂ കമർ നമ്മളെപ്പോലുള്ളവർക്ക് പുതിയ ക്യാരക്ടേഴ്സ് കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും ഇവരൊക്കെ തന്നെ വിചാരിക്കണം, ഡയറക്ടറും ഈ പറഞ്ഞ ടീംസും തന്നെയൊക്കെ വിചാരിക്കണം. എന്നിരുന്നാലും നമ്മുടെ കോൺടാക്ട്സിൽ ഉണ്ടായിരിക്കുന്നത് ഇപ്പം ഈ പറഞ്ഞ കോർഡിനേറ്റേഴ്സും കൺട്രോളേഴ്സും പ്രൊഡക്ഷൻ ഈ കാസ്റ്റിംഗ് ഡയറക്ടേഴ്സും ഒക്കെയാണ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കോൺടാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരൊക്കെ നമ്മളെ കാണുന്ന ആദ്യത്തെ രീതിയിലുള്ള അപ്രോച്ച് തന്നെ ഇവർ ഈ ടൈപ്പ് ഓഫ് ക്യാരക്ടർ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്, അവർ രീതിയിൽ വന്നാൽ കൊള്ളാം, അവരെ ഒന്ന് വിളിച്ചു നോക്കാം. അങ്ങനത്തെ രീതിയിലാണ് നമുക്ക് കോൾസ് കൂടുതൽ വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോഴും അങ്ങനെ വരുമ്പോൾ ക്യാരക്ടർ വൈസ് നോക്കുമ്പോൾ നമുക്ക് അങ്ങനെയുള്ള ക്യാരക്ടർ തീർച്ചയായിട്ടും ഫ്രണ്ടിന്റെ ആണ് ആദ്യം ത്രൂ ഔട്ട് ആയിട്ട് ചെയ്തതെന്ന് പറഞ്ഞു. അതെ അതെ. അതിനുശേഷം ഈ ഫ്രണ്ട് തന്നെയാണോ കൂടുതൽ വിളിച്ചിരിക്കുന്നത്? അതെ, തീർച്ചയായിട്ടും. അത് കഴിഞ്ഞിട്ട് തന്നെ വിളിച്ചുകൊണ്ടിരുന്നത് പഞ്ചാഗ്നിയിൽ എന്താണ് ചെയ്തത്? പഞ്ചാഗ്നിയിൽ ചെയ്ത് നെഗറ്റീവ് ആണ് ചെയ്തത്, നെഗറ്റീവ് ക്യാരക്ടറാണ് ചെയ്യുന്നത്. ഫ്രണ്ട് എന്നുള്ള മാറി, ഫ്രണ്ട് എന്നുള്ളതൊക്കെ മാറി. ഫ്രണ്ട് എന്നുള്ള ലെവലിൽ ഞാൻ പറഞ്ഞില്ലേ, എനിക്കൊരു എയിമുണ്ട് ഏതൊക്കെ പീരീഡിൽ ഏതൊക്കെ ചെയ്യണം എന്നുള്ളത്. ഞാൻ ആദ്യമായിട്ട് ഞാൻ പറഞ്ഞു ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് പോകുന്നത് ഞാൻ 2 മൂവിക്കുള്ളിൽ പോകാൻ ഞാൻ പറഞ്ഞില്ല, എൻ്റെ ലക്ഷ്യം അതല്ല. അപ്പം ഞാൻ എൻ്റെ ജോലി എൻ്റെ പ്രൊഫഷൻ വൈസ് വരുവാണെങ്കിലും എനിക്ക് ഇതുപോലെ ഒത്തിരി കഥകൾ പറയാനുണ്ട്. ഞാൻ എൻ്റെ കരിയറിൽ ഓരോ ബ്രേക്കിംഗ് ത്രൂവിൽ എത്തിയ കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. അത് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ അധികമായി ഇപ്പോൾ, അതുകൊണ്ട് ഞാൻ അത് പറയുന്നില്ല. അപ്പോൾ ഈ ഫീൽഡിലാണെങ്കിൽ പോലും എൻ്റെ ലക്ഷ്യം ഫിലിമാണ്. ഫിലിമിൽ എങ്ങനെയും എത്തിപ്പെടുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ സീരിയൽ കയറി ഒന്ന് അത്യാവശ്യം ഫെയിം ആവുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം കിട്ടിയ ക്യാരക്ടർ ഫ്രണ്ടാണ്. ആദ്യം ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് കിട്ടി, അതിന് ഫ്രണ്ടായിട്ട് കിട്ടിയ സീരിയലിൽ. അപ്പോൾ ഫ്രണ്ടായിട്ട് ചെയ്തു. പിന്നെ ചെറിയ നമുക്ക് പറ്റുന്ന ക്യാരക്ടറൊക്കെ ചെയ്തു. ഞാൻ അഭിനയം പഠിച്ച ഒരാളൊന്നുമല്ല, അതുകൊണ്ട് തന്നെ ഞാൻ വലിയൊരു ആക്ടറാണെന്നൊന്നും പറയുന്നില്ല. പിന്നെ ഈ ഒരു എക്സ്പീരിയൻസ് ആണ് നമ്മളെ ചെയ്ത് അഭിനയം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഞാൻ
നമ്മൾ ഓരോ ക്യാരക്ടർ ചെയ്യുമ്പോഴാണ് ഓരോ പുതിയ പുതിയ എന്താ പറയുക കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ആരും അഭിനയം പഠിച്ചിട്ടൊന്നുമല്ലല്ലോ വരുന്നത്. അതെ അതെ. അപ്പൊ എന്തായാലും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൂട്ടി യോജിപ്പിച്ച് നോക്കുമ്പോൾ ഡയറക്ടേഴ്സ് കാണട്ടെ, അനൂപിനെ കാണട്ടെ, അനൂപ് സൂര്യ കണ്ട് വിളിക്കട്ടെ, ഒരു സിനിമയിലേക്ക് നല്ലൊരു ക്യാരക്ടർ റോളായിട്ട് കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. പക്ഷെ സീരിയൽ എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ എല്ലാവരുടെയും വീട്ടിലും വിരുന്നുകാരായിട്ട് പോകുന്ന, എല്ലാ വൈകിട്ട് 7 മണിക്കോ 8 മണിക്കോ 7:30ക്കും അല്ലെങ്കിൽ 8:30ക്കൊക്കെ പോകുന്ന ആൾക്കാരാണ്. ആരും സീരിയലിനെ പുച്ഛിക്കരുത്, ദൈവത്തെ ഓർത്ത്. സീരിയലിന്റെ ടൈമും സീരിയലിനെ കുറിച്ചൊന്ന് സീരിയൽ ഇപ്പൊ ഞാൻ കറന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സീരിയൽ പഞ്ചാഗ്നിയാണ്. പഞ്ചാഗ്നി ഫ്ലവേഴ്സ് ടിവിയിൽ എല്ലാ ദിവസവും രാത്രി 9 മണിക്കാണ് ടെലികാസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ എല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം. നെഗറ്റീവ് ക്യാരക്ടർ ആണെങ്കിലും ഇപ്പൊ തന്നെ സംസാരിച്ചപ്പോൾ മനസ്സിലായി കാണുമല്ലോ, ചെയ്യുന്ന ക്യാരക്ടർ മാത്രമാണ് നെഗറ്റീവ്, ഞാൻ അങ്ങനെ ഒരാളല്ല. അപ്പോൾ ഇനി വരുന്ന ക്യാരക്ടേഴ്സ് ആണെങ്കിലും ചിലപ്പോൾ നെഗറ്റീവ്സ് ആയിരിക്കും ഞാൻ കൂടുതൽ ചെയ്യുന്നത്, ചിലപ്പോൾ സൈക്കോ ആയിരിക്കും. ഞാൻ ഇതിനു മുമ്പ് ചെയ്ത, ഞാൻ പറഞ്ഞു, കുടുംബോളക്കിലെ സൈക്കോ ഡോക്ടറായിട്ടാണ് ചെയ്തത്. അപ്പോൾ അതിലൊക്കെ നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യും. ഇതൊന്നും പേഴ്സണലി അല്ല എന്ന് ഇപ്പൊ ഇതെല്ലാം അറിയാം, ഞാൻ ഇത് പറയേണ്ട കാര്യമില്ല. ഒരിക്കലും. അപ്പോൾ അനൂപ് പറഞ്ഞ പോലെ തന്നെ ഈ പറഞ്ഞ പ്രേക്ഷകരെല്ലാം ഇപ്പം സ്വീകരിച്ചു കഴിഞ്ഞു. അനൂപ് എന്ന് പറഞ്ഞാൽ അവരുടെ ക്യാരക്ടർ ബേസ് ചെയ്യുന്ന സൈക്കോ ആയാലും ഈ ഫ്രണ്ട് ആയാലും ഇപ്പൊ ചെയ്യുന്ന നെഗറ്റീവ് ആയാലും ഒക്കെ സ്വീകരിച്ചു കഴിഞ്ഞു. ഇനി നല്ല കഥാപാത്രങ്ങൾ കിട്ടട്ടെ. സീരിയലിൽ നായകനായിട്ട് ചെയ്യാൻ താല്പര്യമില്ല? തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞില്ലേ, എന്തും ചെയ്യും. ഞാൻ പറഞ്ഞു നമ്മുടെ ലക്ഷ്യം അതാണെങ്കിലും നമ്മൾ നോക്കിയിട്ട് നമുക്ക് ആപ്റ്റായിട്ടുള്ള സാധനം സെലക്ട് ചെയ്യാന്നുള്ളതാണ്. ഇങ്ങോട്ട് അങ്ങനെ സെലക്ട് ചെയ്യാനായിട്ടുള്ള ഒരു വലിയ ആക്ടറൊന്നും ഞാൻ ആയിട്ടില്ല. സീരിയൽ എക്സ്ട്രീമാണ് നായകൻ. അതെ, സീരിയൽ എക്സ്ട്രീമാണ് നായകൻ. അപ്പം അവിടെ അങ്ങ് പെട്ടെന്ന് ചാടി കയറി എത്തണമെന്നൊന്നും എനിക്കൊരു ആഗ്രഹമില്ല. എനിക്ക് അതിന് മുന്നേ സിനിമ കിട്ടുവാണെങ്കിൽ സിനിമ ചെയ്യണമെന്ന് തന്നെയാണ് ആഗ്രഹം. എന്ന് വിചാരിച്ചിട്ട് ഒരാൾ വിളിച്ചിട്ട് നിനക്ക് നായകനായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഞാൻ ആദ്യം കയറി നോ പറയുന്ന ഒരാളുമല്ല. ചെയ്യാം, എന്തുകളും ചെയ്യാന്ന് ഞാൻ പറയുള്ളൂ. നമ്മൾ എന്തും ചെയ്യും, എന്തും ചെയ്യും. അതെ, സന്തോഷം. ഒന്നും അറിയാതെ ഞാൻ ആങ്കറിങ് ചെയ്തു, ഞാൻ പറഞ്ഞില്ലേ. 9 വർഷമായിട്ട് ഞാനൊരു സാറ്റലൈറ്റ് ചാനലിൽ പോലും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. അപ്പൊ അതാണ് പറഞ്ഞത്, ടൈം എന്ന് പറയുന്നത് അത് തന്നെയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ചുരുങ്ങിയ കാലങ്ങൾ കൊണ്ട് ഇത്രയും അച്ചീവ്മെന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ വിജയം തന്നെയാണ്, നിങ്ങളുടെ ആ ഒരു പ്രയത്നത്തിനുള്ള ബലമാണത്. തീർച്ചയായിട്ടും ഇനിയും ഉണ്ടാവട്ടെ, സിനിമകൾ കിട്ടട്ടെ, കൈനിറയ സിനിമകൾ കിട്ടട്ടെ. 2024 എൻഡ് ആവുന്നതിന് മുമ്പ് 2 മാസമേ ഉള്ളൂ. സിനിമ ലൊക്കേഷനിൽ ഒരു കോള് വരട്ടെ. ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ടല്ല, കോൺസ്റ്റബിൾ ആയിട്ടല്ല, നല്ലൊരു ക്യാരക്ടർ കിട്ടട്ടെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. തീർച്ചയായിട്ടും ഭയങ്കര ആഗ്രഹമാണ്. ഞാനും ആദ്യം ഈ ഒരു പ്രൊഫഷണൽ മേഖലയിലോട്ടൊക്കെ എത്തുമ്പോൾ നമ്മുടെ ഓരോ ലെവലിൽ ചെല്ലുമ്പോഴും നമ്മുടെ ആഗ്രഹം അടുത്തൊരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ ഒരു കോള് വരട്ടെ, ആരെങ്കിലും അങ്ങനെ ഒന്ന് ഐഡന്റിഫൈ ചെയ്യട്ടെ. ഇപ്പൊ ലൊക്കേഷൻ ഉള്ളവർ തന്നെ ആണെങ്കിൽ വിളിക്കുമ്പോൾ ആർട്ടിസ്റ്റ് എവിടെ എന്ന് ചോദിച്ചു വരണമെന്നായിരുന്നു ആഗ്രഹം. ക്യാരക്ടർ പേര് വെച്ചാണ് വിളിക്കുന്നല്ലേ അങ്ങനെ ലൊക്കേഷനിലൊക്കെ? ഇപ്പം പഞ്ചായത്തിലെ ക്യാരക്ടർ പേരെന്താ? സുമേഷ് എന്ന് പറഞ്ഞായിരിക്കും വിളിക്കുന്നത്. സുമേഷ് എന്ന് പറഞ്ഞ ക്യാരക്ടർ. സുമേഷ് എവിടെ വന്നിരിക്കാൻ പറയും? അദ്ദേഹം പറഞ്ഞേ ആദ്യം ആർട്ടിസ്റ്റ് എന്നുള്ളവരായിരുന്നു, പിന്നെ എന്നെ ആരെങ്കിലും ക്യാരക്ടർ വൈസ് ഐഡന്റിഫൈ ചെയ്തിട്ട് വിളിക്കട്ടെ എന്നായിരുന്നു. അങ്ങനെയൊക്കെയായിരുന്നു ആഗ്രഹങ്ങൾ. അപ്പൊ അതൊക്കെ ഞാൻ എന്റെ ലെവലിൽ അച്ചീവ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ക്യാരക്ടർ വൈസ് ആയി. അപ്പൊ കാണുന്ന പ്രേക്ഷകരാണെങ്കിലും പുറത്ത് വെച്ച് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത് അങ്ങനെ ആയി. ക്യാരക്ടർ വൈസ് ഒക്കെ ഐഡന്റിഫൈ ചെയ്യാൻ ആയിട്ടുണ്ട്. അപ്പൊ ഇനിയും എന്താ പറയുക, ഒരു ഫിലിം ആക്ടർ എന്നുള്ള ലെവലിൽ ആരെങ്കിലും ഐഡന്റിഫൈ ചെയ്യണമെന്നാണ് എൻ്റെ അടുത്ത ആഗ്രഹം. അപ്പം അത് നിങ്ങളൊക്കെ തന്നെ തീരുമാനിക്കണം. അങ്ങനെ ഒരു ചാൻസ് കിട്ടട്ടെ. ഇത്രയും നേരം ഇന്റർവ്യൂ ചെയ്ത അനീഷേട്ടന് വളരെ എനിക്ക് നന്ദിയൊന്നും വേണ്ട. എന്റെ കൂടെ ഒരു ലൈവ് ഷോ ചെയ്യാൻ ഞാൻ വിളിക്കും. തീർച്ചയായിട്ടും എന്നെ കൊണ്ട് പറ്റുമെങ്കിൽ ഒരു ദിവസം നിങ്ങളെ വന്ന് ഞാൻ മെനക്കെടുത്തുന്നതായിരിക്കും. ഉറപ്പായിട്ടും നമ്മൾ രണ്ടുപേരും ഓരോ മൈക്കെടുത്തൊരു സ്റ്റൈലിൽ കയറും. വിളിക്കാനും പൈസ എടുത്തില്ല കേട്ടോ. അല്ലെങ്കിൽ തന്നെ പൈസ തന്നിട്ടാണല്ലോ ഞാൻ ഇതൊക്കെ അഭിനയിച്ച ആദ്യം. പൈസ ഇല്ലാതെ കുറെ അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പോഴാണ് ചെറുതായിട്ടൊക്കെ ക്യാഷ് ഒക്കെ കിട്ടി തുടങ്ങി അഭിനയിച്ചത്. വേറെ കാര്യമുണ്ട്, പൈസ കിട്ടി അഭിനയിക്കുന്നതും പൈസ കിട്ടാതെ ചെയ്യുന്നതും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. ഇല്ല, ഞാൻ കിട്ടായതിന് ആത്മാർത്ഥത എന്താ അറിയോ? അടുത്തേന് നമുക്ക് ചെയ്യുമ്പോൾ പൈസ കിട്ടുമല്ലോ എന്നുള്ളൊരു ആത്മാർത്ഥതയുണ്ട്. ഇല്ല, ഞാൻ ഇപ്പോഴും എന്താ പറയുക, പൈസ നോക്കി അഭിനയിക്കുന്ന ആളല്ല ഞാൻ. ഈ അഭിനയം മാത്രമല്ല, ബിസിനസ് ചെയ്യുമ്പോഴാണെങ്കിൽ വൈഫ് എപ്പോഴും പറയും, നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു പൈസയുടെ ആർത്തി ഇല്ലാത്തതുകൊണ്ട് തന്നെ ബിസിനസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് എല്ലാവരും പറയാറുണ്ട്. ജോലി തന്നെയാണ് നിങ്ങൾക്ക് എപ്പോഴും നല്ലതെന്ന് പറയും. അതുപോലെ തന്നെ ഞാൻ എൻ്റെ ഈ പ്രൊഫഷനിൽ വന്നപ്പോഴാണെങ്കിലും പൈസ കൊണ്ട് എനിക്ക് അപ്പൊ ഞാൻ എംഒടിയിൽ ഒരു പരിപാടിക്ക് ഞാൻ വിളിക്കും. തീർച്ചയായിട്ടും എനിക്ക് പറ്റുന്നതും എനിക്കുള്ള അവൈലബിൾ ആണെങ്കിലും ഞാൻ തീർച്ചയായിട്ടും അവൈലബിൾ ആണെന്നെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ കിരണിനോട് ചോദിക്കും. ആദ്യം വിളിക്കാൻ പറഞ്ഞത് കിരൺ കറക്റ്റ് എന്റെ മനസ്സാക്ഷി തുടിപ്പുകാരാണ്, അവനോട് ചോദിച്ചാൽ മതി. സന്തോഷം. നമ്മൾ സംസാരിച്ചതിൽ ഇനി ഒരു പ്രാവശ്യം നമ്മൾ ഇരിക്കും അഭിനയിച്ചതിന് ശേഷം. തീർച്ചയായിട്ടും അത് അടുത്ത വർഷം തന്നെ ആവട്ടെ, 2025 തന്നെ അതാവും, ഉറപ്പായിട്ടും. അപ്പൊ എനിവേ വളരെ സന്തോഷം. താങ്ക് യു സോ മച്ച്. താങ്ക് യു.